RJD സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK ഹംസയാണ് നമ്മോടൊപ്പം ചേരുന്നത്. RJD LDF-ൽ നിന്നും മാറുമെന്ന പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ സീറ്റ് വിഭജന ചർച്ചകളെല്ലാം തന്നെ എവിടെ വരെയായി? RJD കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ നിൽക്കുന്ന ഒരു ഘടകകക്ഷിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സീറ്റ് വിഭജന ചർച്ചകൾ നാളിതുവരെ ആരംഭിച്ചില്ല. പാർട്ടിക്കകത്തും അത്തരത്തിലുള്ള ഒരു ചർച്ച, സ്ഥാനാർത്ഥി നിർണയം, സീറ്റുകൾ എന്നിവ സംബന്ധിച്ച് പാർട്ടിക്കകത്തും ഒരു ചർച്ചയും മറ്റു കാര്യങ്ങളും നടന്നിട്ടില്ല. പിന്നെ ചില ചാനലുകളിലും മറ്റുമൊക്കെ പത്രങ്ങളിലൊക്കെ വരുന്ന വാർത്ത, അതൊന്നും പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകളല്ല വന്നുകൊണ്ടിരിക്കുന്നത്. യഥാസമയം പാർട്ടി തീരുമാനമെടുക്കുകയും പാർട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്യും. അതോടുകൂടി മാത്രമാണ് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി രംഗത്ത് വരിക. കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പാർട്ടി മത്സരിച്ച സീറ്റാണ്. തീർച്ചയായും ഈ സീറ്റ് വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പാർട്ടിക്ക് തന്നെ ലഭിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പൊ അത്തരത്തിലുള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നേ. ഇന്ന് പാർട്ടിയുടെ മുൻപിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന 3 ജാഥകൾ വിജയിപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും മറ്റും തീരുമാനമെടുത്തത്. അതിനനുസരിച്ച് പാർട്ടിയുടെ വയനാട് ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നു. ഈ ഫെബ്രുവരി 5, 6 തീയതികളിലായി സഖാവ് MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ ഈ ജില്ലക്കകത്ത് പര്യടനം നടത്തുന്ന LDF-ന്റെ ജാഥ വിജയിപ്പിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തന പരിപാടികൾക്ക് തീരുമാനമെടുത്തിരിക്കുന്നു. 5-ാം തീയതി വൈകുന്നേരം ജാഥ മാനന്തവാടിയിൽ എത്തിച്ചേരും. തുടർന്ന് ബത്തേരി നിയോജക മണ്ഡലത്തിൽ സ്വീകരണം കഴിഞ്ഞ് 6-ാം തീയതി രാവിലെ 10 മണിക്ക് കൽപ്പറ്റയിൽ വെച്ചാണ് സ്വീകരണം നടക്കുന്നത്. ആ സ്വീകരണത്തിൽ 10,000-കണക്കിന് ആളുകളെ ഈ 3 കേന്ദ്രങ്ങളിലും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന മുന്നേറ്റ ജാഥ വിജയിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനത്തിലാണ് വയനാട് ജില്ലയിലെ RJDയുടെ പ്രവർത്തകർ. തീർച്ചയായും വീണ്ടും 3ാമതൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുമെന്നുള്ള പ്രതീക്ഷ തീർച്ചയായും RJD എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുണ്ട്. അതിനനുസൃതമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് RJD സംസ്ഥാനത്ത് പ്രവർത്തനം നടത്തുന്നത്. ഇനി എന്ത് തീരുമാനവും പാർട്ടിക്കകത്ത് എടുക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയാണ്. ആ സംസ്ഥാന കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് മാത്രമേ പാർട്ടിയുടെ ജില്ലയിലും നിയോജക മണ്ഡലത്തിലും ഒക്കെ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ നടക്കൂ എന്നാണ് അറിയിക്കാറുള്ളത്.